ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയ ഒരു ചുരിദാറായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് അലക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബട്ടൺസ് പകുതി എണ്ണവും പറഞ്ഞു പോയേ. പശ വെച്ച് ഒട്ടിച്ചേക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ ഡിസ്പ്ലേ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നിയിട്ട് മേടിച്ച കേട്ടോ. പിന്നെ തീരെ വില കുറഞ്ഞതുമാണേ. അപ്പോൾ ഞാൻ ആ ബട്ടൺസ് എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഷോൾഡറിൽ ഒരു ഹോളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ തുണിയൊക്കെ വെച്ചിട്ട് അത് അടച്ച് വെച്ചേ. എന്നാന്ന് പറഞ്ഞാൽ വേറെ തുണി തുന്നി വെച്ചു അവിടെ. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഹോളായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് പറമ്പിൽ ഇച്ചിരി പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കൂടെയൊക്കെ പെറുക്കിയൊക്കെ നടന്നുകൊണ്ട് ഒട്ടും സമയമില്ലായിരുന്നേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്തൊന്നുമല്ല കേട്ടോ. പല ദിവസമായിട്ടൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫ്രീ ആകുമ്പോൾ ഇരുന്ന് ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് ചെയ്യും. പിന്നെ അത് ഇട്ടേച്ച് പോവും, പിന്നെയും വന്ന് ചെയ്യും. അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് ചെയ്തേക്കുന്ന വേറെ രീതിയിലും ഇതിൻ്റെ കയ്യെ ചെയ്തേക്കുന്ന വേറെ രീതിയിലും കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസിയായി ഇപ്പോൾ ഈ കയ്യെ ചെയ്യുന്നത് കാണാനേ. ഇപ്പോൾ ഒരു നീഡിലോട്ട് 2 ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കണേ, 2 കളറുള്ളത്. അപ്പം മഞ്ഞയും നീലയും ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ കുത്തി ഒരു ചെറിയ ഭാഗം എടുത്തേച്ച് ഏതെങ്കിലും ഒരു നൂല് ആദ്യമേ ആഡ് ചെയ്ത് ഇങ്ങനെ ചെയിൻ പോലെ എടുത്തേച്ച് അങ്ങ് വലിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അടുത്ത നൂലെടുക്കുക. അതുപോലെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പിള്ളേരാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, ഈ വെറുതെയൊക്കെ ഇരിക്കുമ്പോഴത്തേന് ഇതുപോലെയൊക്കെ ചെയ്ത് ഈ നൂലിനൊക്കെ 5ഉം 10ഉം രൂപയൊക്കെ വിലയുള്ളൂ. ഏറ്റവും 3 രൂപയുടെയൊക്കെ നൂലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെയൊക്കെ ചെയ്തപ്പം ഓരോരുത്തരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു 3 രൂപയുടെ നൂലുണ്ടെന്നൊക്കെ. പിന്നെ ഇങ്ങനെ പല കളർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മഞ്ഞയോ വെള്ളയോ നീലയോ ഷോളും ബോട്ടോ ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല കേട്ടോ. ഇത് നന്ദു ചെയ്ത വർക്കാണേ. നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു, അതെന്നാ ആ ടേബിളിൽ ഇരുന്നത് ആര് ചെയ്തതാ, മേടിച്ചതാണോ? നന്ദു ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വെറും കടലാസാണ്. ഇത് അവനതിൻ്റെ മോഡലൊക്കെ ചെയ്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഇത് ഫാബ്രിക് പെയിൻറ്റ്. ഇത് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ നന്ദുവിനെ. ഇതും കൊണ്ടാണ് നന്ദു ഓരോരോ കലാപരിപാടികൾ നടത്തുന്നത്. അപ്പു ചെയ്യുന്നത് കണ്ടാൽ നന്ദു ചെയ്യുന്നത്. എനിക്കും ഇഷ്ടമാട്ടോ ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബോട്ടിലാർട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഡ്രസ്സേലും ഒക്കെ വർക്കൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല. ഈ കളയുന്ന കുപ്പിയൊക്കെ ഇല്ലേ, എവിടുന്നേലൊക്കെ ആരെയും നമുക്ക് സ്വന്തമായിട്ട് കുപ്പിയില്ലെങ്കിൽ ഇത് വെഞ്ചാണ്ട് എടുത്തോണ്ട് കൊടുക്കുന്നത് ഈ കുപ്പിയൊക്കെ. എന്നിട്ട് ഇത് നമ്മൾ കുറേ നാൾ മുന്നേ ചെയ്തതാണ് കേട്ടോ. അത് നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല രസം. ഈ ചെടിച്ചട്ടിയുടെ ഒക്കെ ഇടയ്ക്കൊക്കെ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.